വിശദമായ റിപ്പോർട്ടിലേക്ക്. രാജ്യം ഉറ്റുനോക്കിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൊയ്ത ബി.ജെ.പി. യുപിയും ഉത്തരാഖണ്ഡും ബി.ജെ.പി. നേടി. പഞ്ചാബിൽ കോൺഗ്രസ് മുന്നേറിയപ്പോൾ ഗോവയിലും മണിപ്പൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോൺഗ്രസും ബി.ജെ.പിയും നടത്തിയത്. 5 സംസ്ഥാനങ്ങളിലും നിഴലിച്ചത് ഭരണവിരുദ്ധ വികാരമാണ്. 300-ലധികം സീറ്റുകൾ നേടിയാണ് യുപിയിൽ 14 വർഷത്തിന് ശേഷം ബി.ജെ.പി. ഭരണം പിടിച്ചത്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും വ്യക്തമായ ഭൂരിപക്ഷം ബി.ജെ.പി. നേടി. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ ബി.ജെ.പി. സഖ്യത്തെയും ആം ആദ്മി നടത്തിയ അപ്രതീക്ഷിത നീക്കത്തെയും മറികടന്ന് കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലെത്തി. പ്രതിപക്ഷ സ്ഥാനത്ത് ആം ആദ്മിയാണ്. മണിപ്പൂരിലും ഗോവയിലും ആർക്കും ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള സീറ്റ് ലഭിച്ചില്ല. നിലവിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ നേരിയ സീറ്റിന്റെ കുറവിൽ ബി.ജെ.പി. രണ്ടാമത്തെ കക്ഷിയായി. മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച മണിപ്പൂരിന്റെ ഉരുക്ക് വനിതയെന്നറിയപ്പെടുന്ന ഇറോം ശർമ്മളയ്ക്ക് 100 വോട്ട് പോലും ജനം നൽകിയില്ല. ഗോവയിൽ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ തന്നെ പരാജയം ഏറ്റുവാങ്ങി ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഗോവയിലും കോൺഗ്രസിനാണ് മുൻതൂക്കം. തെരഞ്ഞെടുപ്പ് സമയത്ത് ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ച ആം ആദ്മിക്ക് ഗോവയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം നിലനിർത്തി 4-3 ഭൂരിപക്ഷത്തിനാണ് നിയമസഭയിൽ ബി.ജെ.പി. എത്തുന്നത്. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യവും മായാവതിയുടെ ബി.എസ്.പിയും സീറ്റുകളുടെ എണ്ണത്തിൽ 3 അക്കം പോലും കടന്നില്ല. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നുവെന്ന് കാണിച്ച് മായാവതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും കമ്മീഷൻ പ്രതികരിച്ചു. എന്താണ് വേണ്ടതെന്ന് ഉത്തർപ്രദേശ് ജനതയ്ക്ക് അറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ കുറ്റപ്പെടുത്തൽ. പഞ്ചാബ് ഒഴികെ മറ്റ് 4 സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് അധ്യക്ഷൻ അമിത്ഷാ ദില്ലിയിൽ അറിയിച്ചു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത മണിപ്പൂരിലും ഗോവയിലുമടക്കം ബി.ജെ.പി. സർക്കാർ വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിയമസഭയിലെത്തിയ സ്വതന്ത്രരെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ ഈ 2 സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് ഭരണത്തിലെത്താനാകൂ. വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയെ വിജയത്തിലേക്ക് എത്തിച്ചത്. ജാതി രാഷ്ട്രീയത്തിന് ശക്തമായ വേരോട്ടമുള്ള യുപിയിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ ബി.ജെ.പി. ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ വിജയം ഒപ്പം നിന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യുപി പിടിക്കുക എന്നതായിരുന്നു ബി.ജെ.പിയുടെ നേതൃത്വത്തിന് മുന്നിലുള്ള കടമ്പ. അതിനായി അമിത്ഷായും നരേന്ദ്രമോദിയും മെനഞ്ഞ തന്ത്രങ്ങൾ പാളിയില്ല. വർഷങ്ങളായി ബി.ജെ.പിയുടെ സ്വപ്നമായിരുന്ന യുപി ഭരണം യാഥാർത്ഥ്യമാകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും. വർഗീയ ഭിന്നിപ്പെന്ന പതിവ് തന്ത്രം തന്നെയാണ് മോഡിയും അമിത്ഷായും ഉത്തർപ്രദേശിൽ പയറ്റിയത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ബി.എസ്.പിയിലേക്കും എസ്.പിയിലേക്കും ആർ.എൽ.ഡിയിലേക്കും പോകാതിരിക്കാൻ മുസ്ലിം വിഭാഗത്തെ മുഖ്യ പ്രതിപക്ഷമാക്കി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം എന്ന തന്ത്രമാണ് പുറത്തെടുത്തത്. ഒറ്റ മുസ്ലിമിന് പോലും ബി.ജെ.പി. സീറ്റ് നൽകാത്തത് തന്നെ ഇക്കാരണം കൊണ്ടായിരുന്നു. 20.7% ദളിത് വോട്ടുകളും 18.5% മുസ്ലിം വോട്ടുകളുമുള്ള സംസ്ഥാനത്ത് 403 സീറ്റിൽ 99 സീറ്റുകളിലാണ് മായാവതിയുടെ ബി.എസ്.പി. മുസ്ലിം വിഭാഗക്കാരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. എന്നാൽ മുസ്ലിം വോട്ടുകൾ ബി.എസ്.പിക്കും എസ്.പിക്കുമായി ഭിന്നിച്ചു പോവുകയും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ദളിത് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് നീങ്ങുകയും ചെയ്തതാണ് മായാവതിക്ക് കനത്ത തിരിച്ചടിയായത്. രാമക്ഷേത്ര നിർമ്മാണവും മുത്തലാഖും മുസാഫർ നഗർ കലാപവും സമർത്ഥമായി പ്രചരണത്തിൽ ഉപയോഗിച്ച ബി.ജെ.പി. ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ വിജയിക്കുകയും യുപി പിടിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കളമൊരുക്കുകയും ചെയ്തു. യുപിയിൽ നേടാനായ വിജയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാകില്ല. അതോടൊപ്പം തന്നെ രാജ്യസഭയിലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും മേധാവിത്വം നേടാനും ഇപ്പോഴത്തെ ഈ വിജയം സഹായിക്കുമെന്നതും ബി.ജെ.പിക്ക് ഇരട്ടി മധുരമാകുന്നു. ദില്ലിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. ഉത്തർപ്രദേശിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു. കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമെന്നും അഖിലേഷ് പറഞ്ഞു. सरकार से बाहर हैं हम. मुझे लगता है कि आने वाले समय में जो सरकार आएगी समाजवादी सरकार से भी बेहतर काम करेंगे. हमारी सरकार से अच्छी सड़कें बनाएंगे. जनता और जो हर वर्ग के लोग हैं उनको ज्यादा सुविधाएं देने का काम भी सरकार आने वाली करेगी. मैं इस समय आपका भी धन्यवाद दूंगा कि चुनाव में आप और हम लोग जगह जगह मिलते रहे. आपकी वजह से हमारी बातें भी पहुंचती रही जनता को तक. मैं एक बार फिर जनता को बधाई देता हूं कि उन्होंने जो निर्णय लिया है, लोकतंत्र में यही निर्णय होता है, हम उस निर्णय को स्वीकार करते हैं. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി നടന്നതായി ബി.എസ്.പി. നേതാവ് മായാവതി. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നതായി മായാവതി ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും മായാവതി പറഞ്ഞു. कि जिस भारतीय जनता पार्टी ने
उत्तर प्रदेश में जहां मुस्लिम समाज का जो वोट है 18 और 20% के करीब है, जिस भारतीय जनता पार्टी ने एक भी टिकट मुस्लिम को ना दिया हो, इसके बावजूद भी मुस्लिम बहुल्य इलाकों में मुस्लिम समाज का वोट बीजेपी को चला जाए, क्या आप लोगों के गले के नीचे से ये उतर रहा है? हमारी पार्टी के लोगों के, मैं समझती हूँ कि पूरे दुनिया में भी यदि ये बात उनके सामने रख दी जाए तो उनके गले के नीचे से नहीं उतरेगी। ഉത്തരാഖണ്ഡിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് വൻ തിരിച്ചടി. 3-2 സീറ്റുകളിലും ഭൂരിപക്ഷം നേടിയാണ് ബി.ജെ.പി. ഭരണത്തിലേക്ക് നീങ്ങുന്നത്. മുസ്ലിം സ്വാധീന മേഖലകളിലും ബി.ജെ.പിക്കാണ് ആധിപത്യം. അതേസമയം ഗോവയിലും മണിപ്പൂരിലും കോൺഗ്രസും ബി.ജെ.പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിവെച്ച് ഉത്തരാഖണ്ഡിൽ ബി.ജെ.പി. ഭരണത്തിൽ. കോൺഗ്രസിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബി.ജെ.പി. മുന്നേറ്റം നടത്തിയത്. സംസ്ഥാനത്തെ 3-2 സീറ്റുകളിലും ബി.ജെ.പിയാണ് വിജയിച്ചത്. മുസ്ലിം സ്വാധീന മേഖലകളിൽ ബി.ജെ.പിക്കാണ് ആധിപത്യം. 2 മണ്ഡലങ്ങളിൽ ജനവിധി തേടിയ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് 2 ഇടങ്ങളിലും തോറ്റത് കോൺഗ്രസിന് കനത്ത പ്രഹരമായി. ഹരിദ്വാർ, കിച്ച മണ്ഡലങ്ങളിലാണ് റാവത്ത് പരാജയം നുണഞ്ഞത്. 2009 റാവത്ത് ലോക്സഭയിലേക്ക് വിജയിച്ച മണ്ഡലമായിരുന്നു ഹരിദ്വാർ. അതേസമയം ഗോവയിലും മണിപ്പൂരിലും കോൺഗ്രസും ബി.ജെ.പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഗോവയിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിറങ്ങിയ ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ തോറ്റത് തിരിച്ചടിയായി. മാർദ്രെ മണ്ഡലത്തിൽ മത്സരിച്ച പർസേക്കർ 676 വോട്ടിനാണ് കോൺഗ്രസിലെ ദയാനന്ദ് സ്പോട്ടോയോട് പരാജയപ്പെട്ടത്. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി സഖ്യം വിട്ടതും സുഭാഷ് വേലിംഗറുമായി കൈകോർത്തതുമാണ് 2ാം തവണയും അധികാരത്തിലെത്താമെന്ന ബി.ജെ.പിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായത്. ഉപമുഖ്യമന്ത്രി ഫ്രാൻസിസ് ഡിസൂസയുടെ വിജയം മാത്രമാണ് ആശ്വാസം. ഗോവയിൽ അക്കൗണ്ട് തുറക്കാനുള്ള എ.എ.പിയുടെ ശ്രമവും ഫലം കണ്ടില്ല. 7 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു എ.എ.പിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ പ്രതീക്ഷകൾ അട്ടിമറിച്ച് സാന്നിധ്യം പോലും അറിയിക്കാൻ എ.എ.പിക്ക് കഴിഞ്ഞില്ല. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസ് അടക്കം പല സ്ഥാനാർത്ഥികൾക്കും പച്ചതൊടാൻ സാധിച്ചില്ല. മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിൽ പ്രാദേശിക കക്ഷികൾക്കും സുപ്രധാന പങ്കുവയ്ക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അതേസമയം കന്നിയംഗത്തിനിറങ്ങിയ മണിപ്പൂരിന്റെ ഉരുക്കുവനിത ഇറോം ശർമിള ദയനീയമായി തോറ്റു. മുഖ്യമന്ത്രി ഇബോബി സിംഗാണ് ഇവിടെ വിജയിച്ചത്. 90 വോട്ടുകൾ മാത്രം ലഭിച്ച അവർ നോട്ടയ്ക്കും പിന്നിലായി. ഇറോമിന്റെ പാർട്ടിയായ PRJയ്ക്ക് ഒരിടത്തും ജയിക്കാനായില്ല. നാഷണൽ ഡെസ്ക്. കനത്ത തിരിച്ചടികൾക്കിടയിൽ പഞ്ചാബിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തി. 117-ൽ 77 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസിന്റെ മുന്നേറ്റം. 20 സീറ്റിൽ ഒതുങ്ങിയ ആം ആദ്മിക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ല. 18 സീറ്റുമായി അകാലിദൾ ബി.ജെ.പി. സഖ്യം മൂന്നാമതായി. അതേസമയം പട്യാലയിലും ലാംബയിലും അംഗം കുറിച്ച അമരീന്ദർ സിംഗിന്റെ വിജയം കൂടിയാണ് പഞ്ചാബിലേത്. വാശിയേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച പഞ്ചാബിൽ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസ് അധികാരമുറപ്പിക്കുകയായിരുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പഞ്ചാബ് അകാലിദളിൽ നിന്ന് കോൺഗ്രസിന്റെ കൈകളിലെത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് പോരാട്ടം. അകാലിദൾ ബി.ജെ.പി. സഖ്യത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് കോൺഗ്രസിന് തുണയായതെന്നാണ് വിലയിരുത്തലുകൾ. The people of Punjab want stability. They want development. They want jobs. They want industry. They want a better education, better health. And when I'm on this subject, I would like to say that I hope that the union government will now recognize this demand of the Punjab people. അകാലിദൾ ബി.ജെ.പി. സഖ്യ ഭരണത്തിനൊടുവിൽ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനും മകനും ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീന്ദർ സിംഗ് ബാലിനുമെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. അഴിമതിയുടെ മുനകൾ ബാദൽ കുടുംബത്തിന് നേരെ നീണ്ടത് അകാലിദളിന് തിരിച്ചടിയായി. വോട്ട് ബാങ്കായ സിഖ് വിഭാഗവും ഇക്കുറി കോൺഗ്രസിനെ തുണച്ചു. വിജയം പ്രതീക്ഷിച്ച പ്രചരണങ്ങൾ നടത്തിയ ആം ആദ്മിക്കും വലിയ തിരിച്ചടിയാണ് പഞ്ചാബിലുണ്ടായത്. 32% ദളിത് വോട്ടിലും യുവജന പിന്തുണയിലുമായിരുന്നു ആം ആദ്മിയുടെ കണ്ണ്. എന്നാൽ ജനസമ്മതനായ നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ എ.എ.പിക്ക് കഴിയാഞ്ഞത് വീഴ്ചയായി. ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനും ആം ആദ്മിക്കുമിടയിൽ ഭിന്നിക്കുമെന്ന ബി.ജെ.പി. കണക്കുകൂട്ടലുകളും പാളി. നവജ്യോതി സിംഗ് സിദ്ധു ഉൾപ്പെടെ 10ഓളം പ്രമുഖ ബി.ജെ.പി. അകാലി നേതാക്കൾ കോൺഗ്രസിലേക്ക് കൂടുമാറിയതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. സിദ്ധു അമൃതസറിൽ നിന്ന് മിന്നും വിജയമാണ് സ്വന്തമാക്കിയത്. कि खुशी से ज्यादा बदले की भावना को पीछे रख के अब पंजाब के हक में लड़ाई लड़नी होगी, निस्वार्थ होकर लड़नी होगी। नवजोत सिंह सिद्धू तो पहले दिन से कह रहा है ना काहू से दोस्ती ना काहू से बैर, सिद्धू मंगे पंजाब दी खैर. തന്റെ 75ാം പിറന്നാൾ ദിനത്തിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് തിരിച്ചുവരവ് നടത്തിയത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്. പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന പ്രകാശ് സിംഗ് ബാദലിന്റെ പ്രതികരണത്തിലേക്ക്. अगर सबसे बड़ा मसला जो पंजाब की रोटी रोजी और हर आदमी की रोटी रोजी, ये नहीं कि किसान की रोटी रोजी,
ये व्यापारी की रोजी रोटी, आड़ती की रोजी, शेलर वाले की रोटी रोजी, हर आदमी की रोटी थी, प्रेस की रोटी रोजी भी उस पर बना। ये जो बेस है अगर यही खत्म हो जाएगा तो खेती खत्म हो जाएगी तो पंजाब खत्म हो गया। तो इसलिए तो पंजाब अगर पानी ना हो तो पंजाब खेती नहीं कर सकेगा। पानी की तो हमें शॉर्टेज है, हमें बाहर से पानी मिलना चाहिए कि ना कि ദില്ലിയിലെ BJP ആസ്ഥാനത്ത് വൻ വിജയാഘോഷം. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും BJP പ്രവർത്തകർ വിജയം ആഘോഷിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ച UP തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടാനായതിന്റെ ആഹ്ലാദത്തിലാണ് പാർട്ടി നേതൃത്വവും. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിൽ വോട്ടെണ്ണൽ തുടങ്ങും മുമ്പേ തന്നെ ദില്ലിയിലെ BJP ആസ്ഥാനത്ത് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം തത്സമയം അറിയാൻ ഒരുക്കിയ ബിഗ് സ്ക്രീനിൽ BJPയുടെ ലീഡ് നില ഉയരുന്നത് കണ്ടതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകി. പ്രവർത്തകർക്ക് ആവേശം പകരാൻ ഇടയ്ക്കിടെ വിവിധ നേതാക്കളും എത്തിക്കൊണ്ടിരുന്നു. പഞ്ചാബിൽ NDAക്ക് ഭരണം നഷ്ടപ്പെട്ടതൊന്നും UP വിജയത്തിന്റെ മാറ്റുകുറയ്ക്കുന്നില്ലെന്ന് BJP ആസ്ഥാനത്ത് വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുന്ന ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പഞ്ചാബിലെ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വാഭാവികമായിട്ടും അംഗീകരിക്കുന്നു. തെറ്റുതിരുത്തി പഞ്ചാബിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇക്കാര്യത്തേക്ക് സൂചിപ്പിക്കാനുള്ളത്. BJPക്കുള്ള ജൈവിളികളെക്കാളേറെ മോഡിക്കുള്ള ജൈവിളികളാണ് ആഹ്ലാദ പ്രകടനത്തിൽ ഉയർന്നു കേട്ടത്. ദില്ലിയിലെ BJP ആസ്ഥാനത്ത് 2 ദിവസം മുമ്പേ തന്നെ ഹോളി എത്തിയ പ്രതീതി. ജീവൻ മരണ പോരാട്ടത്തിൽ വിജയം നേടിയത് മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. UPയിലെ വൻ തോൽവി AICC ആസ്ഥാനത്തെ ശോകമുഖമാക്കി. UPയിൽ സഖ്യവിജയം പ്രതീക്ഷിച്ച പ്രവർത്തകർ BJP ലീഡ് 200 കടന്നതോടെ കളം വിട്ടു. തിരിച്ചടികൾക്കിടയിലും പഞ്ചാബിലെ വിജയം ഉയർത്തി ഹോളി ആഘോഷിക്കാം എന്ന ആശ്വാസത്തിലാണ് നേതാക്കൾ. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു ദില്ലി AICC ആസ്ഥാനം. മാധ്യമപ്രവർത്തകർക്കൊപ്പം മീഡിയ റൂമിൽ ഹിന്ദി വാർത്താ ചാനൽ ഉറ്റുനോക്കിയ നേതാക്കളുടെ മുഖത്ത് 2 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് ചൂട് വ്യക്തം. എന്നാൽ മവു മണ്ഡലത്തിലെ ആദ്യ ബലം BJPക്ക് അനുകൂലമെന്ന് വാർത്ത വന്നതോടെ ആശങ്ക. UPയിലെ BJP ലീഡ് 100 കടന്നതോടെ AICC ആസ്ഥാനം ശോകമൂകമായി. എങ്കിലും പ്രതീക്ഷ കൈവിടാൻ യുവ നേതാക്കൾ മടിച്ചു. Initial trends are not looking very promising for us, of course, but I hope the trend changes around 11:30. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന്റെ വിജയാഘോഷത്തിന് തയ്യാറെടുത്ത പ്രവർത്തകർ പിന്നീട് പല വഴിക്ക്. മുതിർന്ന നേതാക്കൾ ഇല്ലാതെ AICC ആസ്ഥാനം. ചാനൽ ചർച്ചയിൽ വിജയ് ഫോർമുല വാദിച്ചു മുന്നേറിയ പാർട്ടി വക്താക്കളും പഞ്ചാബിലെ ആശ്വാസജയം ഉയർത്തിക്കാട്ടി ആശ്വസിച്ചു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശത്താലുള്ള തന്ത്രങ്ങളും അസ്ഥാനത്തായതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് നേരെ തന്നെ ഇനി പാർട്ടിക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയരും. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. വികസന മുരടിപ്പും അഴിമതിയും ഉത്തർപ്രദേശിൽ സമാജ്വാദി സഖ്യത്തിന് തിരിച്ചടിയായി. ലഹരി മാഫിയ നിയന്ത്രണത്തിൽ അകാലിദൾ സർക്കാരിനോടുള്ള അമർഷമായിരുന്നു പഞ്ചാബിലെ ജനവിധി. 15 വർഷത്തെ കോൺഗ്രസ് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് അവസരം നൽകി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വിധിയെടുത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ നേർപകർപ്പ് കൂടിയാവുകയാണ്. 15 വർഷത്തിന് ശേഷം ഉത്തർപ്രദേശിൽ BJP അധികാരവാതിൽ തുറക്കുന്നതിന് നെടുന്തൂണായത് സമാജ്വാദി പാർട്ടിയോടുള്ള ഭരണവിരുദ്ധ വികാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അറവുശാലകൾ അടച്ചുപൂട്ടൽ, മുത്തലാഖ് വിഷയം എന്നിവയ്ക്കൊപ്പം 7ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് വികസനവും അഴിമതിയുമായിരുന്നു. വർദ്ധിച്ച ക്രിമിനൽ മേൽക്കോയ്മ, കാർഷിക മേഖലയുടെ തളർച്ച, ആവശ്യത്തിന് അധ്യാപകർ പോലുമില്ലാത്ത വിദ്യാലയങ്ങൾ എന്നിവ അഖിലേഷ് യാദവ് സർക്കാരിന് തിരിച്ചടിയായി. കാർഷിക വായ്പകൾ എഴുതിത്തള്ളും, ഭവനരഹിതർക്ക് വായ്പ, എല്ലാ വീട്ടിലും ശൗചാലയം, വൈദ്യുതി, LPG എന്നീ BJP വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വഴിവെച്ചു. ലഹരിക്കടിമയായ സംസ്ഥാനം, ലഹരി ഉടമകളായ അധികാരികളെന്ന പ്രകാശ് സിംഗ് ബാദൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം പഞ്ചാബികളുടെ തന്നെയെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതിയും അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിൽ BJPക്ക് ലഭിച്ച 54 സീറ്റുകൾ അടിക്കടിയുള്ള നേതാക്കളുടെ കൂറുമാറ്റത്തോടും ഹരീഷ് റാവത്ത് സർക്കാരിനുമെതിരെയുള്ള എതിർപ്പിന്റെ പ്രതികരണമായി. വോട്ടിംഗ് ശതമാനം നിലനിർത്താനായപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി ഗോവൻ വിധിയെഴുത്തിൽ BJPക്ക് തിരിച്ചടിയായി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് അവസരം ലഭിച്ചത് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തോടുള്ള മണിപ്പൂർ ജനതയുടെ അമർഷമായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ നോട്ട് പിൻവലിക്കൽ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾക്കിടയിൽ ജനങ്ങൾ വിലക്കെടുക്കാത്തതും BJPയുടെ വിജയത്തിന് കാരണമായി. മനുശങ്കർ, ദില്ലി. ദേശീയതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം. രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കാൻ NDAക്ക് കഴിയും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ടിംഗ് ശക്തി വർദ്ധിക്കും.
ഉത്തർപ്രദേശിലെ വൻ വിജയവും മറ്റ് സംസ്ഥാനങ്ങളിലെ മുന്നേറ്റവും BJPക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ഉണർവാണ് നൽകുന്നത്. രാജ്യസഭയിലെ 74 എന്ന ചെറിയ അംഗബലത്തിൽ നിന്നും പ്രതിപക്ഷത്തിനെതിരെ വൻ ശക്തിയായി ഉയരാൻ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് കഴിയില്ല. രാജ്യസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടണമെങ്കിൽ 122 എംപിമാരെങ്കിലും വേണം. പക്ഷേ നിലവിലുള്ളത് 74 മാത്രം. 48 പേരെങ്കിലും അധികമായി വേണം. ഈ വർഷം 68 എംപിമാരുടെ ഒഴിവ് വരുന്നുണ്ട്. ഇപ്പോൾ വിജയിച്ച UP അടക്കം 5 നിയമസഭകളിലെ അംഗബലം പരിശോധിച്ചാൽ 10-ൽ താഴെ എംപിമാരെ മാത്രമേ രാജ്യസഭയിൽ എത്തിക്കാനാകൂ. അതേസമയം ഈ വർഷം ജൂണിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയ വിജയം BJPക്ക് വലിയ വോട്ടിംഗ് ശക്തി നൽകുന്നുണ്ട്. രാഷ്ട്രപതിയെ വിജയിപ്പിക്കണമെങ്കിൽ 5,49,000 വോട്ട് വേണം. ഇതിന് 1 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ കുറവ് BJPക്കുണ്ട്. 282 ലോക്സഭാ എംപിമാരും 1126 MLAമാരുമാണ് നിലവിൽ BJPക്കുള്ളത്. ഉത്തർപ്രദേശിൽ നിന്നും മാത്രം 300-ലേറെ MLAമാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 100-നടുത്ത് MLAമാരും ചേരുന്നതോടെ വലിയ തോതിൽ വോട്ട് ഒറ്റയ്ക്ക് തന്നെ BJPക്ക് സമാഹരിക്കാനാകും. മറ്റ് NDA ഘടകകക്ഷികൾ കൂടി ചേരുന്നതോടെ രാഷ്ട്രപതി കാര്യത്തിൽ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തി മോദി അമിത്ഷാ ഗ്രൂപ്പിന് കാര്യങ്ങൾ നിശ്ചയിക്കാനാകും. ഡൽഹി, ബീഹാർ തുടങ്ങി സമീപകാല നിയമസഭാ തോൽവികൾക്ക് ശേഷം BJPക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിജയം. നോട്ട് മാറ്റമടക്കമുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനെതിരെ പ്രതിരോധമുയർത്താൻ BJP ഈ വിജയങ്ങളെ ഉപയോഗിക്കും. ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. മണിപ്പൂരിന്റെ ഉരുക്കു വനിത ഇറോം ശർമിളയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി. മണിപ്പൂർ മുഖ്യമന്ത്രി ഇബോബി സിംഗിനെതിരെ മത്സരിച്ച ഇറോം ശർമിളയ്ക്ക് 90 വോട്ടുകൾ മാത്രമാണ് ലഭ്യമായത്. നോട്ടയ്ക്കും പിന്നിലായി ഇറോം ശർമിള. മണിപ്പൂരിലെ തൗബളിൽ നിന്ന് മത്സരിച്ച മനുഷ്യാവകാശ പ്രവർത്തക ഇറോം ശർമിള ദയനീയ തോൽവിയാണ് നേരിട്ടത്. മുഖ്യമന്ത്രി ഇബോബി സിംഗിനെതിരെ മത്സരിച്ച ഇറോം ശർമിളയ്ക്ക് 100 വോട്ടുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല. ഇറോം രൂപീകരിച്ച പീപ്പിൾസ് റിസർജൻസ് ജസ്റ്റിസ് അലയൻസ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് ഇറോം ശർമിള മത്സരരംഗത്തെത്തിയത്. 3 തവണ മുഖ്യമന്ത്രിയായ ഇബോബി 15,000-ലേറെ വോട്ടുകൾക്കാണ് വിജയിച്ചത്. BJPയുടെ ബസന്ത സിംഗാണ് രണ്ടാമൻ. കഴിഞ്ഞ ഓഗസ്റ്റിൽ 16 വർഷം നീണ്ട തന്റെ ഐതിഹാസിക നിരാഹാര സമരം അവസാനിപ്പിച്ചാണ് ഇറോം രാഷ്ട്രീയത്തിലിറങ്ങിയത്. സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന കിരാത നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. നിയമം മാറ്റണമെങ്കിൽ രാഷ്ട്രീയം മാത്രമേ വഴിയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഇറോമിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. 2014-ൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇറോമിനെ സമീപിച്ചിരുന്നെങ്കിലും ഇറോം അന്ന് മത്സരിക്കാൻ തയ്യാറായില്ല. ഇതിനിടെ BJP തനിക്ക് പണം വാഗ്ദാനം ചെയ്തെന്ന ആരോപണവുമായും ഇറോം രംഗത്തെത്തിയിരുന്നു. തോൽവി പ്രശ്നമല്ലെന്നും വീണ്ടും മത്സരിക്കുമെന്നുമാണ് ഇറോം ശർമിളയുടെ പ്രതികരണം. I don't feel much affected by it. Because people still yet to be changed. ന്യൂസ് ഡെസ്ക്. ജാതി കാർഡിന്റെ വിജയമാണ് ഇത് എന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. लेकिन एक चीज ये है कि ये जो जीत वो हासिल कर पाए, उसके पीछे एक सांप्रदायिक भावनाओं के ऊपर जो जोर लगाया गया था और जातिवादी समीकरण जिस तरीके से वो कर पाए सफलता के साथ, उसका एक बहुत बड़ा प्रभाव इस चुनाव के नतीजों पर पड़ा. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനങ്ങളിൽ അലയടിച്ചു എന്നതിന്റെ തെളിവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലല്ലേ നടന്നത്. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഒരു പൊതു പ്രത്യേകത, ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചുയർന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനം എടുത്താലും അത് ആ തരത്തിലാണ് കാണാൻ കഴിയുക. പിന്നെ BJPയുടെ കാര്യത്തിൽ ഈ ഉത്തർപ്രദേശാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഉത്തർപ്രദേശ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയമാണ് BJP നേടിയിരുന്നത്. മതേതര കക്ഷികൾക്കുള്ള മുന്നറിയിപ്പാണ് UPയിലെ BJPയുടെ വിജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മതേതര കക്ഷികൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കോടിയേരി പറഞ്ഞു. കേന്ദ്രഭരണം ദുർവിനിയോഗം ചെയ്തുകൊണ്ടും വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് BJP നേടിയിട്ടുള്ള ഒരു താൽക്കാലിക വിജയമാണ്. ഇത് മതനിരപേക്ഷ ശക്തികൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മതനിരപേക്ഷ ശക്തികൾ കൂടുതൽ ഏകോപിതമായി പ്രവർത്തിച്ച് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രാജ്യത്തിന് കൂടുതൽ ആപൽ സൂചന നൽകുന്നതാണ് എന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ. മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചും വർഗീയ കാർഡ് ഇറക്കിയും കേന്ദ്ര ഭരണത്തിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുമാണ് BJP വലിയ വിജയം നേടിയിരിക്കുന്നത്. നോട്ട് നിരോധനം അടക്കമുള്ള മോദിയുടെ ജനവിരുദ്ധ നടപടികൾക്കുള്ള അംഗീകാരമായി ഇതിനെ കാണേണ്ടതില്ല. രാജ്യസഭയിലും BJPക്ക് മേൽക്കൈ കിട്ടുന്നതോടെ മോദി സർക്കാർ ഏകാധിപത്യ ഫാസിസ്റ്റ് നടപടികൾ ശക്തിപ്പെടുത്തും എന്നതിലേക്കാണ് ഫലം വിരൽ ചൂണ്ടുന്നത്. ഇത് നേരിടാൻ ഇടത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ യോജിപ്പ് വിപുലപ്പെടുത്തണമെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. മതേതര വോട്ടുകളുടെ ഭിന്നിപ്പാണ് BJPക്ക് നേട്ടമായത് എന്ന് രമേശ് ചെന്നിത്തല. മതേതര കക്ഷികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പാഠമാകണം എന്നും രമേശ് ചെന്നിത്തല കാസർഗോഡ് പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കാണാൻ കഴിയുന്നുണ്ട്. 2, മതേതര വോട്ടുകളുടെ ഭിന്നിപ്പ് BJPയെ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാ മതേതര കക്ഷികൾക്കും ഒരു പാഠമാകണം. മതേതര ജനാധിപത്യ കക്ഷികളുടെ അകത്തുണ്ടായിട്ടുള്ള ഭിന്നിപ്പ് BJPയെ സഹായിച്ചിട്ടുണ്ട്. അത് വേണ്ടത് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികളുടെ ഏകീകരണത്തിലൂടെയാണ് BJPയും RSSും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്നത്. അതിന് കോൺഗ്രസ് ശ്രമിക്കും. ഭക്തിയുടെ നിറവിൽ സ്ത്രീ ലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു മടങ്ങി. ആറ്റുകാൽ ക്ഷേത്രത്തിന് 15 കിലോമീറ്റർ ചുറ്റളവിൽ ആണ് പൊങ്കാല അടുപ്പുകൾ നിരന്നത്. ഇക്കുറി ഏകദേശം 27 ലക്ഷത്തോളം സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചതായാണ് ക്ഷേത്ര ഭാരവാഹികളുടെ കണക്ക്. ആറ്റുകാൽ ദേവിയുടെ ദർശന പുണ്യത്തിനായി ഭക്തരുടെ ഒഴുക്കായിരുന്നു ആറ്റുകാലിലേക്ക്. സ്ത്രീ ഭക്തർ വ്രതം നോറ്റ് കാത്തിരുന്ന ആ ദിനം, സങ്കടങ്ങൾ അഗ്നിയിലെരിച്ച് ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിൽ ആത്മസമർപ്പണമായ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം 9:15ഓടെ ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹം. ക്ഷേത്രമുറ്റത്തൊരുക്കിയ പാട്ടുപുരയിൽ പാട്ടുകാർ തോറ്റംപാട്ടിലൂടെ കണ്ണകി ദേവി ചരിതത്തിൽ ഭർത്താവായ കോവലനെ വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുരാരാജ്യം ചുട്ടരിഞ്ഞ കണ്ണകി ദേവിയുടെ കഥ പാടിത്തീർന്നതിനെ തുടർന്ന് ഭക്തർ കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്ക് 10:45 അടുപ്പുകെട്ടൽ. ശേഷം ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിൽ നിന്ന് തെളിച്ച ദീപം മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി ക്ഷേത്രത്തിനുള്ളിലെ വലിയ ചെറിയ തിടപ്പള്ളി അടുപ്പുകളിലേക്ക് തീ പകരുകയായിരുന്നു. പിന്നീട് സഹമേൽശാന്തി ആ ദീപവുമായി എത്തി ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഇതോടെ ക്ഷേത്ര പരിസരം ആറ്റുകാൽ ദേവിയുടെ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായി. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പും ചെണ്ടമേളവും വായ്ക്കുരവയും വെടിയൊച്ചയും ഉയർന്നതോടെ നഗരത്തിൽ എല്ലായിടങ്ങളിലും ഒരുക്കിയിരുന്ന പൊങ്കാല അടുപ്പുകളിൽ അഗ്നി ജ്വലിച്ചു. പിന്നെയുള്ള മണിക്കൂറുകൾ അനന്തപുരിയാകെ യാഗശാലയായി മാറി. രാവിലെ മുതൽക്ക് തന്നെ ദേവീ ദർശനത്തിനായി ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കായിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസും ഫയർഫോഴ്സും പൊങ്കാലയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. 3200 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ AK-47 ഏന്തിയ 30 വനിതാ കമാൻഡോകളും സുരക്ഷയ്ക്കായി എത്തിയിരുന്നു. പൊങ്കാല അർപ്പിക്കാനെത്തിയ ചില ഭക്തർക്ക് പുക ശ്വസിച്ചത് മൂലമുണ്ടായ തളർച്ചയും ചെറിയ പൊള്ളലുകളും ഒഴിച്ചാൽ അനിഷ്ട സംഭവമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. നഗരസഭയുടെ നിർദ്ദേശപ്രകാരം പൊങ്കാല പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കാൻ ഭക്തരും സഹകരിച്ചു. വിവിധ ഇനത്തിലെ പായസവും തെരളിയും മണ്ടയപ്പവുമൊക്കെ ഭക്തർ ആറ്റുകാൽ അമ്മയ്ക്കായി ഒരുക്കി. പതിവ് പോലെ താരങ്ങളും പൊങ്കാല അർപ്പണത്തിനായി എത്തിയിരുന്നു. 2:15 പൊങ്കാല നിവേദിച്ചത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിയാലിനെ മാതൃകയാക്കി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വൻ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മാണം പൂർത്തിയായ 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ വിമാനത്താവളം 6 മാസത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ സിയാൽ സർക്കാരിന് ഊർജ്ജം പകരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ലാഭം സ്വകാര്യവൽക്കരിക്കുകയും നഷ്ടം സാമൂഹ്യവൽക്കരിക്കുകയും ചെയ്യുന്ന പതിവ് രീതിക്ക് വിരുദ്ധമാണ് സിയാൽ മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിയാൽ വിജയിച്ചതിലൂടെ പുതിയ രംഗത്തേക്ക് കടക്കാൻ നമുക്ക് ഊർജം ലഭിച്ചിരിക്കും. 6 മാസം കഴിയുമ്പോൾ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതിയ ടെർമിനലിൽ ആദ്യമായെത്തിയ ജെറ്റ് എയർവേസ് വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള 4 വരിപ്പാതയുടെയും മേൽപ്പാലത്തിന്റെയും വിപുലീകരിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. മന്ത്രിമാരായ തോമസ് ഐസക്, മാത്യു ടി തോമസ്, VS സുനിൽകുമാർ, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
മനുഷ്യന്റെ വ്യത്യസ്തമായ കഴിവുകളെ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ആൾദൈവങ്ങൾ എന്ന പരാമർശം ഉണ്ടാകുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി അമൃത ആശുപത്രിയിലെ പുതിയ ചികിത്സാ സംവിധാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആൾദൈവങ്ങൾ എന്ന വിശേഷണം സംബന്ധിച്ച് അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ചടങ്ങിൽ നടത്തിയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ഇടയാക്കിയത്. ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന സ്വാമി പൂർണ്ണാനന്ദപുരി ആൾദൈവങ്ങളെന്ന് ചിലരെ വിളിക്കുന്നതിനെ ഇങ്ങനെ വിമർശിച്ചു. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു സ്വാമിയുടെ വിമർശനം. മനുഷ്യദൈവങ്ങൾ എന്ന് ഗുരുക്കന്മാരെ പരിഹസിക്കുന്ന ഒരു രീതി അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യദൈവം എന്ന പ്രയോഗം തെറ്റാണ്. കാരണം എല്ലാം ദൈവമാണെന്നാണ് നമ്മുടെ ഋഷിമാര് പറഞ്ഞത്. തുടർന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി സ്വാമിയുടെ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി തന്റെ നിലപാട് വിശദീകരിക്കുകയായിരുന്നു. സമൂഹത്തിൽ വ്യത്യസ്തമായ കഴിവുള്ളവർ ഏറെയുണ്ട്. ചിലർ ഇത് മാർക്കറ്റ് ചെയ്യും. ഇതാണ് ആൾദൈവം എന്ന പരാമർശം വരാൻ ഇടയാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആൾദൈവം എന്ന പരാമർശം വരാൻ ഇടയാകുന്നത് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് നമ്മുടെ സമൂഹത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം മഹാകഴിവ് നേടിയവരൊന്നും അവരുടേതായ സിദ്ധികൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. അത് അവരുടേതായ പ്രത്യേക രീതിയിൽ അവർ ആർജിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ വശങ്ങളിലേക്കും ഇപ്പോൾ ഈ വേദി ഉപയോഗിച്ച് ഞാൻ പോകുന്നില്ല. അദ്ദേഹം സൂചിപ്പിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാവങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കാര്യത്തിലെങ്കിലും കൂടുതൽ സേവന തൽപരത ഇത്തരം സ്ഥാപനങ്ങൾ പ്രകടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അമൃത ആശുപത്രിയിൽ സ്ഥാപിച്ച അതിസൂക്ഷ്മ റേഡിയേഷൻ തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാളയാറിൽ പീഡനത്തിന് ഇരയായ യുവതി വിഷം കഴിച്ച് മരിച്ച സംഭവം ഒതുക്കി തീർക്കാൻ പാലക്കാട് DCC സെക്രട്ടറി ഇടപെട്ടതായി യുവതിയുടെ കുടുംബം. യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതി പിൻവലിക്കാൻ പ്രതിയുടെ ബന്ധുവായ കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് യുവതിയുടെ അമ്മ മന്ത്രി AK ബാലനോട് വെളിപ്പെടുത്തി. വാളയാറിൽ മരിച്ച സഹോദരിമാരുടെ വീട് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി AK ബാലൻ ചുള്ളിമടയിൽ വിഷം കഴിച്ച് മരിച്ച യുവതിയുടെ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറും പ്രതിയുടെ ബന്ധുവും കേസിൽ ഇടപെട്ടുവെന്ന് കുട്ടിയുടെ അമ്മ മന്ത്രിയോട് പറഞ്ഞത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പേരിൽ വാളയാർ പോലീസ് നൽകിയ പരാതി പിൻവലിക്കാനായിരുന്നു ഇവരുടെ ഭീഷണി. ഈ കേസ് നിങ്ങൾ സോൾവ് ആക്കുന്ന ഞങ്ങളെ കുട്ടിന്റെ അടുത്ത് ഒന്ന് പേടിക്കെട്ടി ഈ അപ്പൊ കുട്ടി പറഞ്ഞു ഞാൻ അവിടെ വേണമെങ്കിൽ കോടതി വന്ന് ഞാൻ സാക്ഷി പറയാം. DCC സെക്രട്ടറിയും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമാണ് SK അനന്തകൃഷ്ണൻ. യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ അയൽവാസി രതീഷിന്റെ ബന്ധുവാണ് സുകുമാരൻ. കുടുംബത്തിന്റെ പരാതി ഗൌരവമായി അന്വേഷിക്കണമെന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ KPCC അധ്യക്ഷനായി കോൺഗ്രസിൽ ആലോചനകൾ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വൈകാതെ ദില്ലിയിലേക്ക് പോകും. പുതിയ പ്രസിഡന്റ് സ്ഥാനത്തിനായുള്ള അവകാശം ഉന്നയിക്കാൻ ഈ ഗ്രൂപ്പ് തീരുമാനിച്ചു. KPCC അധ്യക്ഷൻ VM സുധീറിന്റെ രാജിക്ക് ശേഷം പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവൻ ശോകമുഖമാണ്. പ്രധാന നേതാക്കളോ പ്രവർത്തകരോ ഇന്ന് ഇന്ദിരാഭവനിലെത്തിയില്ല. എന്നാൽ അണിയറയിൽ കരുനീക്കങ്ങൾ സജീവമായി നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മംഗലാപുരത്താണുള്ളത്. ഉമ്മൻചാണ്ടി കോട്ടയത്തും. മണിപ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ചെന്നിത്തല സർക്കാർ രൂപീകരണ നീക്കങ്ങൾക്കായി ദില്ലിയിലേക്ക് പോകും. VM സുധീറിന്റെ രാജിക്ക് ശേഷമുള്ള കാര്യങ്ങൾ ദില്ലിയിലുള്ള AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ചെന്നിത്തല ചർച്ച ചെയ്യും. പുതിയ KPCC അധ്യക്ഷൻ ആരാവുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പല പേരുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെങ്കിലും നേതാക്കൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമാവും അന്തിമ തീരുമാനത്തിലെത്തുക. VM സുധീറിനെ പ്രസിഡന്റാക്കിയ മാതൃകയിൽ മുകളിൽ നിന്നും ഒരാളെ കെട്ടിയിറക്കിയാൽ അനുവദിക്കില്ലെന്ന കടുത്ത വാശിയിലാണ് ഉമ്മൻചാണ്ടി വിഭാഗം. പ്രതിപക്ഷ നേതൃപദവി I ഗ്രൂപ്പിനാണെന്നതിനാൽ KPCC അധ്യക്ഷ സ്ഥാനം കിട്ടിയേ തീരൂ എന്ന് അവർ ആന്റണിയോട് കട്ടായം പറയും. വിവിധ സംസ്ഥാനങ്ങളിലെ പരാജയത്തോടെ ദുർബലമായ ഹൈക്കമാൻഡിന് ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന് കരുതുന്നവരുമുണ്ട്. 20-ാം തീയതിക്കുള്ളിൽ പുതിയ അധ്യക്ഷനെ നിയോഗിക്കുകയോ വൈസ് പ്രസിഡന്റുമാരിൽ ആർക്കെങ്കിലും ചുമതല നൽകുകയോ ചെയ്യേണ്ടതായി വരും. 16-ന് സോണിയാഗാന്ധി മടങ്ങി വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ വിശദ ചർച്ച ദില്ലിയിൽ നടക്കും. S ജീവൻകുമാർ, തിരുവനന്തപുരം. വേനൽ കടുത്തു തുടങ്ങിയതോടെ മലപ്പുറം ജില്ലയിലെ 62 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം. പ്രതീക്ഷിച്ചിരുന്ന വേനൽമഴ ആവശ്യത്തിന് കിട്ടാതിരുന്നത് ജലദൗർലഭ്യം നേരിടാൻ ഒരുക്കിയ പദ്ധതികളെയും സാരമായി ബാധിച്ചു. സമൃദ്ധമായ 2 പുഴകളും നിളാനദിയുമുണ്ടായിരുന്നിട്ടും മലപ്പുറം ജില്ലയുടെ പകുതിയും വരണ്ടു കഴിഞ്ഞു. ആകെയുള്ള 100-ൽ 62 പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷം.
കാർഷിക മേഖലയിൽ വേനൽ മഴ ചെറിയൊരാശ്വാസമായെങ്കിലും കിണറുകളിലും കുളങ്ങളിലും ജലനിരപ്പ് ഉയരാതിരുന്നത് ആ പ്രതീക്ഷയും നഷ്ടമാക്കി. വരൾച്ച തടയാനുള്ള ദീർഘകാല പദ്ധതികളെക്കുറിച്ചുള്ള ആലോചനകളെല്ലാം തൽക്കാലം നിർത്തിവെച്ച് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള തിരക്കിലാണ് ജില്ലാ ഭരണകൂടം. As part of it, we in our district are going to establish nearly 883 water kiosks. After establishing water kiosk at critical location, then if need be, നമുക്ക് water tanker ലോറി ഉപയോഗിച്ചിട്ട് വാട്ടർ സപ്ലൈ ചെയ്യാം. ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കുന്നതിനാണ് പ്രധാന പരിഗണന. ഏപ്രിൽ അവസാനത്തോടെ കാഞ്ഞിരപ്പുഴ അണക്കെട്ടിലെ വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഭൂമാഫിയ വാങ്ങി തരിച്ചിട്ട മെത്രാൻ കായലിൽ വിത്തെറിഞ്ഞ് വിളവെടുപ്പ് നടത്തി ഇടത് സർക്കാർ. കർഷകർക്കിത് ആത്മാഭിമാനത്തിന്റെ നിമിഷമാണ്. ഉടമസ്ഥതയുള്ള കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ മെത്രാൻ കായലിനെ സർക്കാർ കായലായി പ്രഖ്യാപിച്ച് കൃഷി ഇറക്കും എന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ടൂറിസം പദ്ധതിക്കായി ഭൂമാഫിയ വാങ്ങി തരിച്ചിട്ട് 8 വർഷത്തിന് ശേഷം LDF സർക്കാർ മുൻകൈയെടുത്താണ് വിത്തെറിഞ്ഞത്. 404 ഏക്കർ പാടശേഖരത്തിൽ 313 ഏക്കറിലായിരുന്നു കൃഷി. ഇതിൽ 24 ഏക്കർ കർഷകരുടെയും ബാക്കി ഇടതു യുവജന സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയുമാണ്. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, വി.എസ്. സുനിൽകുമാർ, നടൻ ശ്രീനിവാസൻ, കെ. സുരേഷ് കുറുപ്പ് MLA എന്നിവരാണ് കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകിയത്. ഉടമസ്ഥതയിലുള്ള കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ മെത്രാൻ കായലിനെ സർക്കാർ കായലായി പ്രഖ്യാപിച്ച് കൃഷി ഇറക്കുമെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മെത്രാൻ കായൽ കൃഷിക്ക് വേണ്ടി പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ ഗുഡ് സർവീസ് സെന്റർ നൽകി ആദരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വരുന്ന വർഷവും ഞങ്ങളിവിടെ കൃഷി ഇറക്കും. വരുന്ന വർഷം കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഉടമസ്ഥന്മാർ തയ്യാറായില്ലെങ്കിൽ, ഈ കായലിന്റെ പേര് ഇപ്പോൾ മെത്രാൻ കായലാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഈ കായലിന്റെ പേര് സർക്കാർ കായൽ എന്നാക്കി മാറ്റുമെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനാവശ്യമായ നിയമങ്ങളിലൂടെ തന്നെ നടപടിയെടുക്കും. മെത്രാൻ കായലിൽ നിന്നും വിളവെടുപ്പിലൂടെ 9,000 കിൻഡൽ നെല്ല് ലഭിച്ചാൽ 6,120 കിൻഡൽ അരിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇത് മെത്രാൻ ബ്രാൻഡ് എന്ന പേരിൽ വിപണിയിലെത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മെത്രാൻ ബ്രാൻഡിന്റെ ലോഗോ പ്രകാശനം നടൻ ശ്രീനിവാസൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് കെ. സുരേഷ് കുറുപ്പ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അരിക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സംസ്ഥാനത്തിന്റെ ഭക്ഷ്യശേഖരത്തിൽ വൻ മുതൽക്കൂട്ടാകും മെത്രാൻ കായലിലെ വിളവെടുപ്പ്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 11 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റു. രാവിലെ പരേഡ് നടത്തുകയായിരുന്ന ജവാന്മാർക്കു നേരെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനു ശേഷം മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. സുക്മ ജില്ലയിൽ ഭേജയിൽ ഇന്നലെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ ഗ്രാമത്തലവൻ കൊല്ലപ്പെട്ടിരുന്നു. മാവോയിസ്റ്റുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി തുടരുന്നതിനിടെയാണ് ജവാന്മാർ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി.